വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സക്സസ് സ്റ്റോറിയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ സെർവിക്കൽ മ്യൂക്കസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ലൈവ് കേൾക്കുന്നവർക്കും ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഈ സെർവിക്കൽ മ്യൂക്കസ് ആണ് നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് വളരെ കുറച്ച് മാത്രമുള്ളവർക്കോ സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാതെ ഡ്രൈനെസ് ഉണ്ടാകുന്നവർക്കോ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാതിരുന്നിട്ട് കോൺസീവൽ എന്ന് പറയുന്നൊരു മെഡിസിൻ എടുത്തിട്ട് കൺസീവ് ആകുന്നവരുണ്ട് കേട്ടോ. എന്നാൽ അതേപോലെ തന്നെ ബെനിഫിറ്റ് കിട്ടുന്നവയാണ് ഞാൻ പറയുന്ന ടിപ്സും നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. ഇന്ന് അതൊക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ സക്സസ് സ്റ്റോറിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കേട്ട് നോക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു 18 ഡേയ്സ് ഫെർട്ടിലിറ്റി ചലഞ്ചിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ 18 ഡേയ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്ന ഫെർട്ടൈൽ ടൈം പീരീഡിലെ ലാസ്റ്റ് ഡേ വരെയാണ് നമ്മൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഇതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം, ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രയൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്രഗ്നന്റ് ആകാനായിട്ട് ഒരു സ്ത്രീക്ക് ശരീരത്തിൽ ഒരുപാട് ഘടകങ്ങൾ ഒരുപോലെ തന്നെ മാച്ച് ആയിട്ട് വരണം. നമ്മുടെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളും റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും ഒക്കെ നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. ഒരുപാട് മിസ്റ്റേക്സും ഇഷ്യൂസ് ഒക്കെ ഉള്ളത് റെക്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ട്. എന്നാൽ പലരും ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ വിട്ട് കളയുന്ന ഒന്നാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒന്നല്ല ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. നേരെ മറിച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് സ്പോമിനെ ആ ഒരു സെർവിക്സിൽ നിന്നും യൂട്രസ് വരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാവുകയും എഗ്ഗ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഇതിന് കൊടുക്കുന്നതും സെർവിക്കൽ മ്യൂക്കസ് ആണ്. അപ്പോൾ ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ ഇമ്പോർട്ടൻസും അത് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നും അതില്ലെങ്കിൽ എങ്ങനെ പ്രഗ്നൻസി നഷ്ടമാകും എന്നതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. നേരെ മറിച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതോടൊപ്പം ലൈഫ് സ്റ്റൈൽ ഇതുപോലുള്ള മാറ്റങ്ങളും കൂടി കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും. അങ്ങനെ കൺസീവ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്തതിനു ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കാം കേട്ടോ. സെർവിക്കൽ മ്യൂക്കസ് പല ടൈപ്പിലായിട്ട് നമുക്ക് കാണപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. സെർവിക്കൽ മ്യൂക്കസും ഉണ്ട്, വജൈനൽ ഡിസ്ചാർജും ഉണ്ട്. ഈ വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകുന്നത് വജൈനയുടെ ഒരു ക്ലീനിങ് പ്രോസസ്സ് കൊണ്ടാണ്. നാച്ചുറലി അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടും രക്തയോട്ടം കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഓവുലേഷനുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഹോർമോൺ ചേഞ്ചസ്, പ്രഗ്നൻസി എന്നിങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് വജൈനൽ ഡിസ്ചാർജില് ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ടെക്സ്ചറിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പല ആളുകൾക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നില്ല. ഏറ്റവും ആദ്യം നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ട് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നില്ല. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്തും അതുപോലെ മറ്റുള്ള സമയങ്ങളിലും ഒക്കെ നമുക്ക് വേണ്ട ഹോർമോൺസ് വേണ്ട രീതിക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തില് സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. രണ്ടാമത്തേത് നമ്മൾ ഹൈഡ്രേറ്റഡ് അല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള വാട്ടർ റിക്വയർമെന്റ്സ് ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട്, അതായത് നമുക്ക് ഇനഫ് വാട്ടർ നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. മൂന്നാമത്തെ റീസൺ ആണ് പൂവർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ബ്ലഡ് സർക്കുലേഷൻ ബോഡിയിൽ ഉണ്ടാകും, പക്ഷെ അത് എഫക്റ്റീവ് ആയിട്ട് നടക്കാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സെർവിക്കൽ മ്യൂക്കസിൽ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ സെർവിക്കൽ മ്യൂക്കസിന്റെ വ്യത്യാസം കണ്ട് പരിഹരിച്ചിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ട് സെർവിക്കൽ മ്യൂക്കസ് കൃത്യമായിട്ട് ഇല്ലാത്ത ആളുകൾ, ഓവുലേഷൻ ഡിസ്ചാർജ് ഇല്ലാത്ത ആളുകൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒരു 11 ടിപ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ആ 11 കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിൽ 96% വെള്ളത്തിന്റെ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളമൊക്കെ നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ അത് മതി ഗ്രാജുവലി നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് കൂടാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് സാധാരണ വെള്ളം മേടിക്കുന്ന സമയത്ത്, സോഡ മേടിക്കുന്ന സമയത്തൊക്കെ ഒരു കുപ്പി കിട്ടുമല്ലോ, അതുപോലെ ഒരു മെഷർമെന്റ് കുപ്പി നിങ്ങൾ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ 1/2 ലിറ്ററിന്റെ കുപ്പി ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ റീഫിൽ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. സൂര്യാസ്തമനത്തിന് മുമ്പ് വെള്ളം മുഴുവൻ നിങ്ങൾ കുടിച്ചു തീർക്കണം. അതിനുശേഷമുള്ള സമയത്ത് നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കുന്നത് ചോറ് കഴിക്കുമ്പോഴായിരിക്കുമല്ലോ, അങ്ങനെ ഫോളോ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യാസ്തമനത്തിന് ശേഷം നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വന്റ് യൂറിനേഷൻ രാത്രി സമയത്ത് ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഉറക്കത്തിനെ അത് അഫക്ട് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ.
രണ്ടാമത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത്. ഫെർട്ടിലിറ്റി എക്സസൈസ് നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യാവുന്നതാണ്, ബ്രിഡ്ജ് പോസ് ചെയ്യാവുന്നതാണ്, മാലാസന ചെയ്യാവുന്നതാണ്, മാലാസന വോക്ക് ചെയ്യാവുന്നതാണ്, അതുപോലെ നോർമൽ നമ്മുടെ വോക്കിങ്ങും ചെയ്യാവുന്നതാണ്, 8 വാക്കിങ്ങും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം പ്രത്യുൽപാദന അവയവങ്ങളിലോട്ട് നല്ല തോതിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ അത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. പുവർ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന നമുക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്രാമ്പൂ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഈ ഗ്രാമ്പൂ വെള്ളം ഫെർട്ടിലിറ്റി റേറ്റ് ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഓവുലേഷൻ ഇല്ലാത്ത ആളുകൾക്ക് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഈ ഒരു ക്ലോസ് വാട്ടർ കുടിക്കുമ്പോൾ സഹായിക്കുന്നുണ്ട്. പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ എന്നാണോ ഓവുലേഷൻ ഡേറ്റ് അതുവരെയാണ് നോർമലി ക്ലോസ് വാട്ടർ കുടിക്കാറ്. എംപ്റ്റി സ്റ്റൊമക്ക് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. 3-4 ഗ്രാമ്പു എടുത്തിട്ട് തലേ ദിവസം കുതിർത്താനായിട്ട് വെക്കുക. ശേഷം പിറ്റേ ദിവസം 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് അത് എംപ്റ്റി സ്റ്റൊമക്ക് ഓവുലേഷൻ ഡേറ്റ് വരെ ഉപയോഗിക്കുക കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് ഓവുലേഷൻ നടക്കാനും LHന്റെ സർജ് കൃത്യമാക്കാനുമായിട്ടും ഒക്കെ സഹായിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇത് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു സെർവിക്കൽ മ്യൂക്കസ് ക്വാളിറ്റിയോട് കൂടി ഉണ്ടാവും കേട്ടോ. അടുത്തതാണ് വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വിറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ബെറീസിലുണ്ട്, അതുപോലെ ഓറഞ്ചിലുണ്ട്, മുസംബിയിലുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കഴിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഓറഞ്ചിന്റെ സീസൺ ഒക്കെയാണ്, അതുകൊണ്ട് നമുക്ക് മാക്സിമം അവൈലബിൾ ആകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുക. ഒരു ദിവസം 3-4 ഓറഞ്ചൊന്നും നമ്മൾ അറ്റേ സ്ട്രെച്ച് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരു ദിവസം 2 എണ്ണം ആ ഒരു കണക്കിന് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ശതാവേരി കഴിക്കുന്നത് നല്ലതാണ്. ശതാവേരിയുടെ പൗഡർ നമുക്ക് കിട്ടും. ഇത് പാലിൽ ചേർത്തിട്ടോ വെള്ളത്തിൽ ചേർത്തിട്ടോ നമുക്ക് കുടിക്കാവുന്നതാണ്. ശതാവേരിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ദി ചൂസ് വേൾഡ് ശതാവേരി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതും കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പച്ച കളറിലുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബോഡിയിൽ ഒരു ആൽക്കലൈൻ എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആൽക്കലൈൻ എൻവയോൺമെന്റ് ഉണ്ടാകുന്നതിലൂടെ നമ്മുടെ ആ ഒരു സെർവിക്കൽ മ്യൂക്കസിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ബ്രൊക്കോളി, ചീര, ക്യാബേജ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ്. ക്യാരറ്റിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വിറ്റമിൻ എ ഇൻക്രീസ് ആക്കിയിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ ആ ഒരു ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി 1 ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡെയിലി 1 വീതം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഇത് സെർവിക്കൽ മ്യൂക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഓവുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഇംപ്ലാന്റേഷൻ ചാൻസ് കൂട്ടുന്നതിനും കുഞ്ഞിന് മറ്റുള്ള ഡിഫക്ട്സ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഒരു മിസ്കാരേജ് ഹിസ്റ്ററിയുള്ള ആളുകൾക്ക് കണ്ണും പൂട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ക്യുക്കുംബറും വാട്ടർമെലണുമാണ്. ഇത് രണ്ടും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫ്രൂട്ടും അതുപോലെ വെജിറ്റബിളും ആണ്. ഇത് രണ്ടും വാട്ടറി കണ്ടന്റ് ആണ്. അതായത് ഇത് കഴിക്കുമ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് ഇതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇതും ഒരുപാട് സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റും ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഡെയിലി 1 പീസ് വാട്ടർമെലൺ കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷുഗർ ലെവൽ കൂടുതലുള്ള ആളുകൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഷുഗർ ലെവൽ ഒന്നും കൂടി സ്പൈക്ക് ആവുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകും കേട്ടോ. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കമാണ്. ഡെയിലി നമ്മൾ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും കൃത്യമായിട്ട് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഹോർമോൺ ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് പല നാച്ചുറൽ ആക്ടിവിറ്റീസും നോർമലായിട്ട് തന്നെ നടക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു. നമ്മൾ ഉറങ്ങാത്ത ദിവസങ്ങളിൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇത് പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടിക്കൂടി വരുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ വേണ്ട ഹോർമോൺസിന്റെ പ്രവർത്തനം കുറയുകയും വേണ്ടാത്ത ഹോർമോൺസിന്റെ പ്രവർത്തനം കൂടുകയും ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ.
ഇതോടൊപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ അടുത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒന്നാമത്തേതാണ് കഫേന്റെ ഇൻടേക്ക്. നമ്മൾ ഒരുപാട് കഫേൻ എടുക്കാനായിട്ട് പാടില്ല. കോഫി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒന്നും, നമ്മളിപ്പോൾ കുടിക്കുന്ന പല കൂൾ ഡ്രിങ്ക്സിലും അതുപോലെ ചോക്ലേറ്റ്സിലും ഒക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. കൂടുതൽ കഫേൻ ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അൺഹെൽത്തി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. നമുക്ക് ഫാസ്റ്റ് ഫുഡ് കിട്ടുന്നത്, ജങ്ക് ഫുഡ് കിട്ടുന്നത്, പ്രോസസ്ഡ് ഫുഡ് കിട്ടുന്നത്, ഇതെല്ലാം അൺഹെൽത്തിയാണ്. ബേക്കറി ഐറ്റംസ് കഴിവതും അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മാക്സിമം അതിന്റെ അളവൊക്കെ നമ്മൾ കുറയ്ക്കുക. വടയാണെങ്കിലും ബജ്ജി ആണെങ്കിലും ഇതൊന്നും നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നതാണെങ്കിൽ കൂടി തന്നെ അത് പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് ഓയിലി ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. ഇനി ഈ സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് തിക്കണായിട്ടുള്ള സിറ്റുവേഷനിൽ ഉണ്ടായി കഴിഞ്ഞാൽ സ്പോമിന് അവിടെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. അത് തട്ടി അങ്ങോട്ട് ലോക്കായി നശിച്ചു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ടിപ്സ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നില്ല, നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസിന്റെ കൗണ്ട് കൂടുന്നില്ല, വാല്യൂ കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണുക. പലപ്പോഴും പല ആളുകളും കോൺസീവൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ എടുത്തിട്ട് മാത്രം പ്രഗ്നന്റ് ആയിട്ടുള്ളവരുണ്ട്. നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാവുന്നതിനും സെർവിക്കൽ മ്യൂക്കസ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതിനും സഹായിക്കുന്നതാണ് ഈ കോൺസീവൽ എന്ന് പറയുന്ന മെഡിസിൻ. അത് കഴിച്ചിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അതിന്റെ ഇമ്പോർട്ടൻസ്, സെർവിക്കൽ മ്യൂക്കസിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ സ്ത്രീ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ആ ടിപ്സ് സഹായിക്കും. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡിസ്ചാർജുകൾ ഇല്ലെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഡിസ്ചാർജുകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓവുലേഷൻ സമയത്ത് ഡിസ്ചാർജ് ഇല്ല, കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡോക്ടറെ കാണണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.